ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റംബൂട്ടാൻ കൊണ്ടുള്ള രണ്ടാമത്തെ ഐറ്റമാണ്. റംബൂട്ടാൻ കൊണ്ടുള്ള ഒരു ഐറ്റം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്ന റംബൂട്ടാൻ പിക്കിളാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, എൻ്റെ വീട്ടിലുണ്ടായ റംബൂട്ടാൻ കൊണ്ട് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. ആ റംബൂട്ടാൻ്റെയും ഒരു വിശദമായ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം ആ റംബൂട്ടാൻ പിക്കിളിൻ്റെയും റംബൂട്ടാൻ ഫുൾ ഹാർവെസ്റ്റിങ്ങിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, എല്ലാവരും കാണുക. അപ്പോൾ എനിവേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റംബൂട്ടാൻ കൊണ്ടുള്ള മറ്റൊരു വെറൈറ്റി ഐറ്റമാണ്, അതായത് ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു 20 റംബൂട്ടാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ 20 റംബൂട്ടാൻ കൊണ്ട് 4 ഗ്ലാസ് ജ്യൂസാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതും 2 വെറൈറ്റി ജ്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ജ്യൂസ് നമുക്ക് കാണാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റംബൂട്ടാൻ ഒന്ന് പൊളിച്ചെടുക്കണം, അല്ലേ? ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ റംബൂട്ടാൻ പൊളിച്ചെടുക്കാൻ ഞാൻ പ്രത്യേകിച്ച് കത്തിയൊന്നും ഉപയോഗിക്കാറില്ല, ജസ്റ്റ് ഇങ്ങനെ ഞെക്കി പൊട്ടിക്കുക ചെയ്യുന്നത്. കണ്ടോ, എൻ്റെ റംബൂട്ടാൻ കണ്ടാൽ തന്നെ അറിയാം അത് എത്രമാത്രം സ്വീറ്റാണെന്നുള്ളത്. കണ്ടല്ലോ, ജ്യൂസിയാണ് ഭയങ്കര. അപ്പോൾ നമ്മൾ ചെയ്യണം, ഇതിനൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ കുരു മാറ്റണേ. കുരു അങ്ങ് പോകും. കണ്ടോ, അപ്പോൾ ആ 20 റംബൂട്ടാനിൽ നമുക്ക് കിട്ടിയത് ഇത്രയും കമ്പാണ്, അതിൻ്റെ ഫ്ലഷ് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുരുവെല്ലാം പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ച് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. ചെറിയ ജാറിലിട്ട് നല്ല അടിഞ്ഞു കിട്ടുള്ളൂ, കാരണം എന്താ വെച്ചാൽ ഇതിൽ ചെറിയൊരു പാട പോലത്തെ സാധനമുണ്ട്, കണ്ടോ ഇതിൻ്റെ അടിയിൽ. അപ്പോൾ ഇതെല്ലാം മാറ്റണമെങ്കിൽ നമ്മൾ ജാറിൽ അടിച്ചിട്ട് അതിന് ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കണം, ആ വേസ്റ്റ് കളയാൻ വേണ്ടി. നമുക്കതിനൊരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതെ, നന്നായിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ മൊത്തം ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ സെഗ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്. 2 ടൈപ്പ് ഓഫ് ജ്യൂസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇന്നും കാണാം. അപ്പോൾ നമ്മുടെ 2 ടൈപ്പ് ഓഫ് റംബൂട്ടാൻ ജ്യൂസിനുള്ള ഐറ്റംസ് ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ രണ്ടിലും കാണുന്ന നമ്മളുണ്ടാക്കിയ റംബൂട്ടാൻ ജ്യൂസാണ് കേട്ടോ. 2ആയിട്ട് ഞാൻ ഈക്വലാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് റംബൂട്ടാൻ ജ്യൂസ് ഉണ്ടാക്കാം. ഇതിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി നമുക്ക്. അതുകൊണ്ട് തന്നെ വലിയ ജാറ് കുഴപ്പമില്ല കേട്ടോ. 2 ജാർ ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ റംബൂട്ടാൻ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ആണ്. കണ്ടോ, ഞാൻ ഡയറി മിൽക്കാണ് വാങ്ങിയിരിക്കുന്നത്. ചോക്ലേറ്റ് തന്നെ സിറപ്പ് മേടിക്കാൻ കിട്ടും. ചോക്ലേറ്റ് സിറപ്പ് വീട്ടിൽ ഇടുക, അല്ലെങ്കിൽ മഞ്ചോ ഏതെങ്കിലും ചോക്ലേറ്റ് ഉപയോഗിച്ചാൽ മതി, ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി കേട്ടോ. ഇത് ശരിക്കും ഇത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടി 2 ഗ്ലാസ് ആയിട്ടുണ്ടല്ലോ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഇതിലൊരു പകുതി ചോക്ലേറ്റ് ഞാൻ ബാക്കി വയ്ക്കുകയാണ്. എന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ടേ. പിന്നെ ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തണുത്ത പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു 2 ഗ്ലാസ്സിന് മതി കേട്ടോ നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് മിക്സിക്ക് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് 2ാമത്തെ ടൈപ്പ് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വേറൊരു ജാറിലേക്ക് എല്ലാം ഇടാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ റംബൂട്ടാൻ ജ്യൂസ് തന്നെയാണ്. നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തേനാണ്. കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയാണ്. അതിൻ്റെയൊക്കെ ചോക്ലേറ്റ് മക്കൾക്ക് വേണ്ടിയാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഇടുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, എരിവും മധുരവും എല്ലാം കൂടെ ആകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി എരിവ് വേണ്ടെന്നുള്ളവർ പച്ചമുളക് ഒഴിവാക്കുക കേട്ടോ. ഒരു മുളകാണ് ഞാൻ ഇടുന്നത്. ഇനി ആവശ്യത്തിന് സാധാ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും നമുക്കതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ജ്യൂസും റെഡിയാണ്. ഇതിലേക്കൊരു എക്സ്ട്രാ സാധനം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് മിക്സിക്ക് അടിക്കുമ്പോൾ വേണ്ട, അതിന് ശേഷം ആഡ് ചെയ്താൽ മതി. കസ്കസ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് എന്ന് പറഞ്ഞ സാധനം. ഇത് ജ്യൂസിൻ്റെ കൂടെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ സീഡ്സ് വാങ്ങാൻ കിട്ടും. വെള്ളത്തിലിട്ട് വെച്ചാൽ ഈ അവസ്ഥയിലോട്ട് മാറിക്കൊള്ളുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ 2 ടൈപ്പ് ഓഫ് ജ്യൂസും റെഡിയാണ്. നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ 4 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 2 ഗ്ലാസ്സിൽ ചോക്ലേറ്റ് ഡ്രിങ്കും 2 ഗ്ലാസ്സിൽ നമ്മൾ നോർമലാക്കി വെള്ളം ചേർത്ത് ഉണ്ടാക്കിയ ഡ്രിങ്കുമാണ് നമ്മൾ. അപ്പോൾ ഇതിൽ ചോക്ലേറ്റ് ആൻഡ് ഇതിൽ ഹണി, അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ചോക്ലേറ്റ് ഒഴിക്കുന്ന ഗ്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ചോക്ലേറ്റ്, ഞാൻ നേരത്തെ ഒരു കഷ്ണം ചോക്ലേറ്റ് മാറ്റി വെച്ചതുണ്ടല്ലോ, അത് ഉരുക്കി ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ചൊന്ന് അതിലേക്ക് സൈഡിൽ കൂടെ ചുറ്റിച്ചു കൊടുക്കുകയാണേ. ഇത് വെറുതെ ഭംഗിക്ക് വേണ്ടി കേട്ടോ, നിർബന്ധമൊന്നുമല്ല. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ചേർത്ത് ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് റംബുട്ടാൻ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹണി ചേർത്ത ഡ്രിങ്കാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഹണി അതുപോലെ ചുരിച്ചു കൊടുക്കണ്ടേ. അതിലേക്ക് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ഇടാൻ പോകുന്ന ഐസ് ക്യൂബ് കേട്ടോ. അപ്പോൾ നമ്മുടെ റംബുട്ടാൻ കൊണ്ടുള്ള 2 ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ജ്യൂസ് റെഡിയാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാതെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.